സ്വഃ തത്സവിതുർവരെണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സായി സച്ചരിതം 8ാമത്തെ ദിവസമാണ് നമ്മൾ പറയുന്നത്. ശ്രീ മഹാഗണപതിക്ക് വന്ദനം, സരസ്വതീ ദേവിക്കും ശ്രീ ഗുരുമഹാരാജനും പരദേവതക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീ സായീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവം അടിയൻ്റെ പ്രണാമം. 8ാം ദിവസം, അധ്യായം 5 അവസാന ഭാഗം. സായീശ്വരൻ നമ്മുടെ ഹൃദയവാസിയാണ്. എത്ര ദൂരെയാണ് നമ്മളുള്ളതെങ്കിലും ഏതൊരാളിലും നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഋഷീശ്വരന്മാർക്കറിയാം, സായീശ്വരന് അറിയാം. ഹൃദയവാസി അല്ലെങ്കിൽ വളരെ ദൂരെ നടക്കുന്ന സംഭവങ്ങൾ എങ്ങനെയാണ് സായീശ്വരൻ അറിയുന്നത്? 1-2 ഉദാഹരണങ്ങൾ ശ്രീ ഹേമന്ത് പാന്ത് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. സായീശ്വരൻ ഹൃദയവാസിയാണ് എന്ന് തെളിയിക്കത്തക്ക സംഗതിയിലുള്ള 1-2 ഉദാഹരണങ്ങൾ അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ കൂടി നമ്മൾ അത് മനസ്സിലാക്കണം. ഈശ്വരന്മാർ നമ്മുടെ ഹൃദയവാസിയാണ്, ശ്രീകൃഷ്ണൻ നമ്മുടെ ഹൃദയവാസിയാണ്, ശ്രീരാമൻ നമ്മുടെ ഹൃദയവാസിയാണ്. ആ വിധത്തിൽ വേണം നമ്മൾ കാണാൻ. അവരുടെ രൂപങ്ങളിലല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നെ നിങ്ങൾ രൂപങ്ങളിൽ കാണരുത് എന്ന് ഭഗവത്ഗീതയിൽ അർജുനനോട് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സമസ്ത ജീവജാലങ്ങളിലും കുടികൊള്ളുന്നു. എന്നെ നിങ്ങൾ വെറും കേവലം നാമരൂപത്തിലോ ഏതെങ്കിലും രൂപങ്ങളിലോ എന്നെ നിങ്ങൾ കാണാൻ പാടില്ല. അതുതന്നെയാണ് സായീശ്വരനും പറഞ്ഞിട്ടുള്ളത്. ഞാൻ സമസ്ത ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന. വരാൻ പോകുന്ന കുറേ ഉദാഹരണങ്ങളിൽ കൂടി നമുക്കത് മനസ്സിലാവും. അപ്പോൾ സായീശ്വരൻ്റെ മഹിമകൾ നമ്മൾ ശരിക്കും മനസ്സിൽ ഉറപ്പിക്കണം. ഗുണം, ഭഗവാൻ ഭക്തരെ പലതരം ചുമതലകൾ ഏൽപ്പിക്കുന്നു അല്ലേ? ഭഗവാൻ ഭക്തരെ പലതരം ചുമതലകൾ ഏൽപ്പിക്കുന്നു. നമ്മൾ ആ ചുമതലകൾ ചെയ്യുന്നു. ചിലരെ നാമജപത്തിന്, ചിലരെ കീർത്തനങ്ങൾ ചൊല്ലാൻ, ചിലരെ ഭഗവാന്റെ കഥകൾ പറയുവാൻ, ചിലരെ തീർത്ഥാടനത്തിന്, ചിലരെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുവാൻ, ഇങ്ങനെ പലതും പലരെയും പല വിധത്തിലുള്ള തൊഴിലുകളിൽ ഭഗവാൻ നമ്മളെ നിയമിക്കുന്നു. നമ്മൾ ആ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ ചെയ്യുന്നു. ചെയ്യുമ്പോൾ വളരെ ആത്മാർത്ഥതയിലും സത്യസന്ധമായിട്ടും നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മളെ ജീവിത രീതിയിൽ പല മാറ്റങ്ങളും നമ്മളിൽ ഉണ്ടാക്കുന്നു. നമ്മളിലുള്ള അഹങ്കാരവും അഹന്തയും കുറയുവാൻ ഇത് കാരണമാവുന്നു. ഭഗവാന്റെ കീർത്തനങ്ങളിൽ നമ്മൾ മുഴുകിയാൽ, നാമജപങ്ങൾ നമ്മൾ സ്ഥിരമായി നടത്തിയാൽ, നമ്മളിലുള്ള അഹന്തയും അഹങ്കാരവും തീയിൽ എരിയുന്നത് പോലെ അതില്ലാണ്ടാവും. അല്ലെങ്കിൽ അതില്ലാണ്ടാവണം. നാമജപം ചൊല്ലിക്കൊണ്ടും കീർത്തനങ്ങൾ പാടുകയും മറ്റും ചെയ്തിട്ടും അഹങ്കാരവും അഹന്തയും നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും നമുക്ക് ലഭിക്കുന്നതല്ല.
പിന്നെ ബാബ നമുക്ക് പറഞ്ഞു തരുന്ന മറ്റൊരു കാര്യം, സന്തോഷിക്കുമ്പോൾ അമിതമായി ആഹ്ലാദമത്തനാവാൻ പാടില്ല, അല്ലെങ്കിൽ ദുഃഖം വരുമ്പോൾ നിരാശാഭരിതനാവാൻ പാടില്ല. അപ്പം അമിതമായ സന്തോഷം വരുമ്പോൾ ആഹ്ലാദമത്തനാവുകയോ ദുഃഖം വരുമ്പോൾ നിരാശാഭരിതരോ ഒരിക്കലും നമ്മൾ ആവാൻ പാടില്ല. അത് നിയന്ത്രിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. ആ കഴിവുകൾ നമുക്ക് കിട്ടുന്നത് നാമജപത്തിൽ കൂടി, കീർത്തനങ്ങൾ ആലപിക്കുന്നതിൽ കൂടി, ഭഗവാന്റെ കഥകൾ പറയുമ്പോൾ, ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ, ക്ഷേത്രങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികളിലും മറ്റും ഏർപ്പെടുമ്പോൾ ഒക്കെ അങ്ങനെ ചെയ്യുക വഴി ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടേരണം. പിന്നീട് ബാബയുടെ മഹിമ ഷിർദിയിലെ ബാബ സ്ഥിരതാമസമാക്കാൻ തുടങ്ങിയതിന് ശേഷം ബാബയെ സന്ദർശിക്കുന്ന ആൾക്കാരുടെ എണ്ണം പെരുകി വരാൻ തുടങ്ങി. ദൂര സ്ഥലങ്ങളിലെ ബാബയുടെ ശ്രീ സായീശ്വരന്റെ മഹിമകൾ എത്താൻ തുടങ്ങി. ദൂരെ സ്ഥലത്ത് നിന്ന് ആളുകൾ സായീശ്വരനെ കാണാൻ ഷിർദിയിലേക്ക് വരാൻ തുടങ്ങി. അല്ലെങ്കിൽ ആവശ്യമുള്ള ആൾക്കാരെ ദൂരസ്ഥലത്ത് നിന്ന് പോലും ബാബ ഷിർദിയിലേക്ക് എത്തിക്കാറുണ്ട്. ഇംഗ്ലണ്ടിൽ ജോലി ചെയ്യുന്ന, കച്ചവടം നടത്തുന്ന ഒരാളെ ബാബ ഷിർദിയിലേക്ക് എത്തിച്ച കാര്യം നമ്മൾ പറഞ്ഞതാണ്. ബാബയുടെ മഹിമകള് കൂടിയ ഒരു സംഭവം, ഒന്ന് നാനാ സാഹബ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. മഹാരാഷ്ട്രയിലായതുകൊണ്ട് നമ്മുടെ പേരുകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് അവരുടെ പേരുകൾ. നാനാ സാഹബ്, ഹേമന്ത് പന്ത്, ഈ രൂപത്തില്. നാനാ സാഹിബ് 2 വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന് 2 വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് സന്താനം ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ബാബയെ കാണാനുള്ള, ദർശിക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. ബാബയുടെ ദർശന മാത്രയിൽ തന്നെ പിന്നീട് അദ്ദേഹത്തിന് സന്താന ലബ്ധി ഉണ്ടായി. അത് ബാബയുടെ പ്രശസ്തി ദൂരസ്ഥലങ്ങളിലേക്ക് എത്താൻ ഇടയായി. ആയൊരു സംഭവം നമ്മൾ ഓർമ്മിക്കുക. ദൂരെ നിന്ന് ആൾക്കാർ സായിയെ കാണാൻ വേണ്ടി വരാൻ ഇടയായ കാരണങ്ങൾ. പിന്നീട് മറ്റൊന്ന്, ഒരിക്കല് ചാന്ദ് പട്ടേൽ എന്ന് പറയുന്ന ഒരു മുസ്ലിം ധനികൻ, അദ്ദേഹത്തിന്റെ ഒരു കുതിരയെ കാണാതായി. സംഭവങ്ങൾ ചെറുതായിരിക്കാം, നിസ്സാരമായിരിക്കാം. അദ്ദേഹം ആ കാലഘട്ടത്തിലുള്ള അല്ലേ, കുതിരയെ കാണാതായി. അദ്ദേഹം പല സ്ഥലത്തും കുതിരയെ അന്വേഷിക്കാൻ തുടങ്ങി. എവിടെ നിന്നും അദ്ദേഹത്തിന് കുതിരയെ കിട്ടിയില്ല. 2 മാസത്തോളം അദ്ദേഹം കുതിര പരതി നടന്ന് എവിടെ നിന്നും കണ്ടില്ല. അവസാനം അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഒരു തേജസ്വിയായ ഒരാൾ ഇരിക്കുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിനെ വിളിച്ചു, കുറച്ചു സമയം ഇവിടെ വിശ്രമിച്ചിട്ട് പോടു എന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ വന്നിരുന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു കൊടിലിനെ കൊണ്ട് അദ്ദേഹം ഭൂമിയിൽ ശക്തമായി കുഴിച്ചു. ആ കുഴിച്ചേരം അവിടെ ജലപ്രവാഹമുണ്ടായി. അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത ചോദിച്ച്, എന്താണ്, എവിടെയാണ്, എന്താ ഒരു ദുഃഖം മുഖത്ത് നിഴലിക്കുന്നതാണ്, എന്റെ കുതിരയെ കാണുന്നില്ല എന്ന് പറഞ്ഞു. കൈ ചൂണ്ടി കാണിച്ചു കൊടുത്ത് ആ ഭാഗത്തെ പരതാൻ വേണ്ടി പറഞ്ഞ്, ആ ഭാഗത്ത് ബാബ ചൂണ്ടിക്കാണിച്ച ആ ഭാഗത്ത് പരതുമ്പം തന്നെ അദ്ദേഹത്തിന്റെ കുതിര അവിടെ നിന്ന് പുല്ലുമേയുന്നതാകണ്ടേ. അത്ഭുതം എന്നേ പറയണ്ടു. അദ്ദേഹം ചാന്ദ് പട്ടേല് കുറെ കാലം സായീശ്വരനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ച് സായി അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി താമസിച്ചു.
അദ്ദേഹത്തിന് അടുത്ത ദിവസം ഒരു കല്യാണത്തിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു, ഒരു വിവാഹ മംഗള യാത്രയിൽ. സായീശ്വരനും അദ്ദേഹത്തിന്റെ കൂടെ പോയി. ആ വിവാഹ മംഗളം കർമ്മം നടക്കുന്നത് ഷിർദിയിലായിരുന്നു. സായീശ്വരൻ അദ്ദേഹത്തിന്റെ കൂടെ ഷിർദിയിൽ പോയി. അങ്ങനെയാണ് സായീശ്വരൻ ഷിർദിയിൽ സ്ഥിരതാമസമാക്കിയത്. അവിടെ വെച്ച് ധാരാളം തപസ്സികൾ അദ്ദേഹത്തിനെ കാണാനിടയായി. തപസ്സികൾ ഷിർദിയിൽ, ബാബ സായീശ്വരൻ ഷിർദിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ തപസ്സികൾ ഉണ്ടായിരുന്നു. തപസ്സികൾ സായീശ്വരന്റെ മുഖം കാണുമ്പോൾ തന്നെ അവര് പറയുകയുണ്ടായി എന്ന്, ഇത് വിലതീരാത്ത രക്തമാണ്, ഇത് വിലയേറിയ രക്തമാണ്, ഇത് വിലതീരാത്ത രക്തമാണ്, ഇത് വിലയേറിയ രക്തമാണ്. ഇങ്ങനെ 2-3 തപസ്സികൾ അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി. സായീശ്വരനെ കണ്ട മാത്രയിൽ, സായീശ്വരന്റെ തേജസ്വിയായ മുഖം കണ്ട മാത്രയിൽ തന്നെ. കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് അവർ അന്ന് പറഞ്ഞിരുന്നു. അവർ പറഞ്ഞതുപോലെ തന്നെ സംഭവം നടന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ ആണ് ഷിർദിയിൽ വാസികൾക്ക് സായീശ്വരന്റെ മഹിമകൾ കൂടുതൽ മനസ്സിലാവാൻ തുടങ്ങിയത്. ഇങ്ങനെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ വരെ 5-ാം അധ്യായത്തിൽ കൂടി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അവസാന ഭാഗത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാനുള്ളത്. അപ്പൊ സായീശ്വരന്റെ സായി സച്ചരിതം നമ്മൾ ശരിക്ക് കേൾക്കുകയാണെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾക്ക് ഒക്കെ ഒരു പരിഹാരം ഉണ്ടാവും. അത് തീർച്ചയാണ്. അത് നമുക്ക് ഈ സായി സച്ചരിതം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സായി സച്ചരിതം പേരുള്ള ആ പുസ്തകം ഒന്ന് വാങ്ങണം എന്നുള്ള മോഹം ഉണ്ടാവും. ആ സായി സച്ചരിതം ഒന്ന് കേൾക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അല്ലെങ്കിൽ സായീശ്വരന്റെ മന്ദിരങ്ങൾ സന്ദർശിക്കാനുള്ള മോഹം ഉണ്ടാവും. എല്ലാ ജില്ലകളിലും കേരളത്തിൽ അങ്ങുമിങ്ങോളം സായീശ്വരന്റെ മന്ദിരങ്ങൾ പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും 2, 3, 4 ആയിട്ടുണ്ട്. പല സ്ഥലത്തും കീർത്തനങ്ങൾ പാടുന്നുണ്ട്, ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട് പലരും. ഇപ്പൊ സായീശ്വരൻ നമ്മളെ ഈ സായി സച്ചരിതത്തിൽ പറഞ്ഞത് പ്രകാരത്തുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വിശ്വാസമുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടെ ജീവിതത്തിലുള്ള, എൻ്റെ ചരിതം വായിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും അന്നം മുട്ടുകയില്ല എന്ന് അദ്ദേഹം സായീശ്വരൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ വീട്ടില് ഒരിക്കലും അന്നം മുട്ടുകയില്ല. എൻ്റെ സായി സച്ചരിതം ആരൊക്കെ വായിക്കുന്നോ അവർക്ക് ആ വീട്ടുകളിൽ, ആ ഗൃഹങ്ങളിൽ ശാന്തമായ ഒരു അന്തരീക്ഷം ഉണ്ടാവും. ഇതെല്ലാം ഏവർക്കും വേണ്ടുന്ന സംഗതികളല്ലേ. അപ്പൊ സായി സച്ചരിതം നമ്മൾ മുഴുവൻ കേൾക്കാൻ വേണ്ടി കേൾക്കുകയും മറ്റുള്ളവർക്ക് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം നമ്മളാൽ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണം. അതാണ് സായീശ്വരന്റെ പ്രശസ്തി എല്ലാ സ്ഥലത്തും എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കണം. കേൾക്കുന്ന ആൾക്കാർ, അത് മനസ്സിലാക്കുന്ന ആൾക്കാർ ഏറ്റെടുക്കണം. അതുകൊണ്ട് കുടുംബത്തിൽ സൗഖ്യമുണ്ടാവും, കുടുംബത്തിൽ ശാന്തതയുണ്ടാവും, അറിഞ്ഞോ അറിയാതെയോ പറ്റിപ്പോയ ചില പാപങ്ങൾക്കൊക്കെ ശമനം ഉണ്ടാവും, രോഗങ്ങൾ കുറഞ്ഞു കൊണ്ടിരിക്കും, സമസ്ത രോഗങ്ങളും മാറാനിടയാവും. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ പല ആൾക്കാർക്കുമുണ്ട്. 1-2 ആൾക്കാർക്കല്ല. ആ കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷവും, ഇപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം സമാധിയായി കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹത്തിന്റെ ചരിതങ്ങളെ, പല വിധത്തിലുള്ള ചരിതങ്ങള്, പല പ്രകാരത്തിലുള്ള അദ്ദേഹത്തിന്റെ സംഭവവികാസങ്ങള് എല്ലാ സ്ഥലത്തും പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ സായി സച്ചരിതം കേട്ടാൽ ഇങ്ങനെയുള്ള ഒക്കെ ഗുണങ്ങൾ ഉണ്ടാവും എന്ന് നമ്മൾ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ അടുത്ത ആൾക്കാർക്ക്, അടുത്ത കുടുംബാംഗങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവരെയും കൂടി ഇതിൽ നിന്ന് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട പുണ്യപ്രവർത്തനമായി നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അവസാനത്തെ 5-ാം അധ്യായത്തില് അവസാനത്തെ കുറച്ച് കാര്യങ്ങളെ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ 5-ാം അധ്യായത്തിലുള്ള പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവസാനം ജവഹർ അലി പണ്ഡിതനും വാഗ്മിയുമാണ്. ജവഹർ അലി മറ്റൊരു പേരാണ് അദ്ദേഹത്തിന്റെ. ആ കാലഘട്ടത്തിലുള്ള വിശുദ്ധ ഖുർആൻ മുഴുവൻ നാവിൻ തുമ്പിൽ. ധാരാളം ജനങ്ങൾ അദ്ദേഹത്തെ വന്ദിച്ചിരുന്നു. അഹമ്മദ് നഗർ വാസിയായ ജവഹർ അലി ഒരിക്കൽ ശിഷ്യരോടൊപ്പം അവിടം വിട്ട് രഹഡയിൽ വന്ന് താമസമാക്കി. ഷിർദിക്ക്
ഷിർദി ഗ്രാമത്തിന് സമീപത്തുള്ള മറ്റൊരു ഗ്രാമമാണ് രഹട. ജവഹർ അലി എന്നു പേരുള്ള ഒരു മുസ്ലിം പണ്ഡിതൻ, വാഗ്മി, അവിടെ ഖുറാൻ വിശുദ്ധ ഖുറാൻ അദ്ദേഹത്തിന്റെ നാവിൻ തുമ്പിലാണ്. ഖുറാനിൽ നല്ല പാണ്ഡിത്യമുള്ള ആളാണ്. അദ്ദേഹം രഹടയിൽ താമസമാക്കി. എവിടെ അദ്ദേഹം താമസമാക്കിയോ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടാൽ അനേകം ആൾക്കാർ അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. അദ്ദേഹത്തിന്റെ അനുയായിട്ട് എവിടെ അദ്ദേഹം പോയിക്കോട്ടെ. അതാണ് ഈശ്വര വിശ്വാസവും ഈശ്വര പ്രാധാന്യവുമുള്ള വ്യക്തികൾ എവിടെ ചെന്നോട്ടെ, അവിടെ ചെല്ലുമ്പോൾ അവരുടെ നാവിൻ തുമ്പിൽ നിന്ന് വരുന്ന അമൃത മൊഴികൾ കേൾക്കാൻ വേണ്ടി ധാരാളം ആൾക്കാർ എവിടെയും ഉണ്ടാവും. അത് ജവഹർ അലി രഹടയിൽ താമസമാക്കിയപ്പോൾ അവിടെയും ഉണ്ടായി. അഹമ്മദ് നഗർ വാസിയായ ജവഹർ അലി ഒരിക്കൽ ശിഷ്യരോടൊപ്പം അവിടം വിട്ട് രഹടയിൽ താമസമാക്കി. അവിടെയും ധാരാളം ജനങ്ങൾ അദ്ദേഹത്തിനെ വന്ദിക്കാൻ തുടങ്ങി. ഭക്തന്മാരുടെ സഹായത്തോടെ ഫക്കീർ വീരഭദ്ര ക്ഷേത്രത്തിന് മുന്നിൽ ഈദ്ഗാ നിർമ്മിക്കാൻ, ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ അദ്ദേഹത്തിനെ നമസ്കരിക്കാനുള്ള ഒരു പള്ളി നിർമ്മിക്കണമെന്നുണ്ടായി. പക്ഷെങ്കിൽ ആ ശ്രമം അദ്ദേഹം പിന്നീട് ഉപേക്ഷിച്ചു. ജവഹർ അലി രഹട വിടേണ്ടി വന്നു. രഹടയിൽ അദ്ദേഹത്തിന് ഒരു ശ്രമം ഉണ്ടായിരുന്നു, പക്ഷെ ആ ശ്രമത്തിൽ നിന്ന് അദ്ദേഹം പിന്തിരിഞ്ഞു. അങ്ങനെ അദ്ദേഹം ഷിർദിയിൽ വന്നു. ബാബയെ കാണാനിടയായി. ബാബയോടൊപ്പം മസ്ജിദിൽ ഫക്കീർ താമസം തുടങ്ങി. ബാബയെ കണ്ടു, സായിബാബയെ കണ്ടു. സായി എന്ന് അദ്ദേഹത്തിന് എങ്ങനെയാ ആ പേര് വന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അതിനുശേഷം വന്ന സായിബാബ എന്ന് അദ്ദേഹത്തിന് എല്ലാ ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. ജവഹർ അലി സായിബാബയെ കണ്ടു. സായിബാബയുടെ തേജസ്വിയായ മുഖം കണ്ട മാത്രയിൽ തന്നെ അദ്ദേഹം ഒരു ഖുറാൻ പണ്ഡിതനാണ്. ഇദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ കൂട്ടി. അദ്ദേഹം തന്റെ ശിഷ്യനാക്കി. ശിഷ്യൻ എന്ന നിലയിൽ സായിബാബേന ജവഹർ അലി അദ്ദേഹത്തിന്റെ ശിഷ്യനാക്കി. സായിബാബ ഒന്നും പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ഒരു നീരസം പോലും സായിബാബ കാണിച്ചില്ല. അദ്ദേഹം വാസ്തവത്തിൽ നമുക്കറിയാം, ഇദ്ദേഹം ഒരു ഋഷിവര്യനാണ്. ഇദ്ദേഹത്തിന് മറ്റൊരാളെ ശിഷ്യനാക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലും ചേരാത്ത കാര്യമാണ് എന്നറിയാം. എന്നാലും സായിബാബ പെട്ടെന്ന് അതിലൊന്നും അദ്ദേഹം അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചില്ല. അദ്ദേഹം ജവഹർ അലിന്റെ ശിഷ്യനായിട്ട് അവിടെ തന്നെ അദ്ദേഹത്തിന് കൂടെ തന്നെ നിന്നു. ഗുരുവിന് ശിഷ്യന്റെ ആഴവും അറിവും നിശ്ചയമില്ലായിരുന്നു. താൻ ശിഷ്യനാക്കിയ ഈ സായിബാബയുടെ അറിവും ആഴവും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ശിഷ്യനാകട്ടെ ഗുരുവിന്റെ പരിമിതി വളരെ വ്യക്തവും. ശിഷ്യനെ ജവഹർ അലിയുടെ അറിവിന്റെ പരിമിതി അറിയാം, പക്ഷെ ശിഷ്യൻ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് ദിവസം കഴിച്ചുകൂട്ടി. ഗുരുവിനെ നന്നായി പരിചരിച്ചു. ഇതിനിടയിൽ ഗുരു ശിഷ്യനുമായി രഹടയിലേക്ക് താമസം മാറ്റി. ഈ സായിബാബേനെയും കൂട്ടി അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ആദ്യം ചെന്നൊരു സ്ഥലമുണ്ടല്ലോ രഹട, ആ രഹടയിലേക്ക് ഇദ്ദേഹം സായിബാബയും കൂട്ടിപ്പോയി. ജവഹർ അലി വിളിക്കുമ്പോൾ അദ്ദേഹം നോ എന്ന് പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ കൂടെ തന്നെ പോയി. പക്ഷേങ്കിൽ ഷിർദിയിൽ ഉണ്ടായിരുന്ന ജനങ്ങൾ എന്ത് ചെയ്തു? ജവഹർ അലി ഇദ്ദേഹത്തിന് കൂട്ടിപ്പോയി എന്ന് പറഞ്ഞ മാത്രയില് അവർക്കത് തീരെ രസിച്ചില്ല. അവർ അങ്ങോട്ട് പോയി ജവഹർ അലിന്റെ രഹടയിൽ പോയി സായിബാബേന വീണ്ടും ഷിർദിയിലേക്ക് വരാൻ വേണ്ടി നിർബന്ധിച്ചു. സായിബാബ പറഞ്ഞു, അദ്ദേഹത്തിന് കോപം വരും, ജവഹർ അലി ഇല്ലാത്തൊരു സമയത്താ പോയെ, ജവഹർ അലി വന്നാൽ നിങ്ങളോട് ദേഷ്യം പിടിക്കും, നിങ്ങൾ വേഗം പോകുന്നതാ നല്ലത്, ഇപ്പം അതിനൊന്നും മെനക്കെടണ്ട എന്നൊക്കെ പറഞ്ഞു നോക്കി. ജനങ്ങൾ വിട്ടുകൊടുത്തില്ല. നമ്മൾ സായിബാബയെ ഷിർദിയിലേക്ക് കൂട്ടിയിട്ടേ പോകുന്നു പറഞ്ഞ്. അങ്ങനെ ജവഹർ അലി വന്നേരം ജനങ്ങൾ കൂട്ടമായി പറഞ്ഞു, നമ്മുടെ സായിബാബയെ സായീശ്വരനെ ഒരിക്കലും നമ്മൾ വിട്ടുതരില്ല, നമ്മളെ ഷിർദിയിലേക്ക് തന്നെ അദ്ദേഹത്തിന് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. നിവൃത്തിയില്ല. ജവഹർ അലി എന്ത് ചെയ്തു? വീണ്ടും ഷിർദിയിലേക്ക് തന്നെ പോയി. സായീശ്വരനെ ഷിർദിയിലേക്ക് അയച്ചേരം ജവഹർ അലി അദ്ദേഹത്തോടൊപ്പം തന്നെ പോയി. ഒടുവിൽ ഫക്കീറിന് വഴങ്ങേണ്ടി വന്നു. ഫക്കീറിന് ബാബയെ പിരിയുന്ന കാര്യം അസഹനീയം. ഒടുവിൽ ഫക്കീറും ബാബയും ഷിർദിക്കാർക്കൊപ്പം ഗ്രാമത്തിലേക്ക് പോയി.
ഷിർദിയിൽ ജ്ഞാനിയും പണ്ഡിതനുമായി ഒരു താപസനുണ്ടായിരുന്നു, ദേവിദാസ്. തിളങ്ങുന്ന മിഴികളും സുന്ദരമായ മുഖവും ചെറുപ്രായവും അദ്ദേഹത്തെ ഷിർദിക്കാരുടെ പ്രിയങ്കരനാക്കി. ഗോദാവരിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഷിർദി എന്ന് പറയുന്ന ഗ്രാമം പണ്ട് മുതൽക്കേ വളരെ പ്രശസ്തമായ സ്ഥലം. ധാരാളം പുണ്യാത്മാക്കൾക്ക് ജന്മം കൊടുത്ത പ്രദേശമാണ്. കൂടാതെ ആ നദീ തീരത്ത് ധാരാളം തപസ്സികളും മറ്റും തപസ് ചെയ്തിരുന്ന സ്ഥലമാണ്. അപ്പം പല തപസ്സികളെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ നദീ തീരത്ത്. ഗോദാവരി പുണ്യ നദിയാണ്. ആ ഗോദാവരി തീർത്ഥത്തിൽ സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇന്നും പോകുന്നുണ്ട് ഗോദാവരിയിൽ സ്നാനം ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവിടെ ധാരാളം പുണ്യാത്മാക്കൾക്ക് ജനനം കൊടുത്ത പ്രദേശമാണ്. അപ്പോൾ ഇപ്പം ആ ഷിർദി സായിബാബയുടെ ആ സമയത്ത് തന്നെയാണ് ദേവിദാസ് എന്നു പേരുള്ള ഒരാളും അവിടെ വന്നത്. തിളങ്ങുന്ന മിഴികളും സുന്ദരമായ മുഖവും ചെറുപ്രായവും അദ്ദേഹത്തെ ഷിർദിക്കാരുടെ പ്രിയങ്കരനാക്കി. പ്രമുഖരായ പലരും ദേവിദാസിനെ ഗുരുവായി സ്വീകരിച്ചു. ഒരിക്കൽ ഷിർദിക്കാരുടെ പ്രയത്നത്താൽ ഫക്കീർ ദേവിദാസിന്റെ മുന്നിലെത്തി. അങ്ങനെ ഫക്കീറും ദേവിദാസും മതപരമായ ചർച്ചയിൽ ഏർപ്പെട്ടു. എന്തിനധികം വാദപ്രതിവാദത്തിൽ ദേവിദാസ് തിളങ്ങി, ഫക്കീർ അടങ്ങി. ഒടുവിൽ അദ്ദേഹത്തിന് നാടുവിടേണ്ടി വരികയും. ഫക്കീർ എന്ന് പറഞ്ഞാൽ ഈ ജവഹർ അലീനെയാണ് ഫക്കീർ എന്ന് പറഞ്ഞ. ജവഹർ അലിയും അദ്ദേഹവും തമ്മിൽ വാദപ്രതിവാദം ഉണ്ടായി, ദേവിദാസും തമ്മിൽ. അങ്ങനെ ദേവിദാസും തമ്മിൽ ഒരു ചർച്ചയുണ്ടായി, വാദമുണ്ടായി. ആ ചർച്ചയിൽ ദേവിദാസ് അന്ന് തിളങ്ങിയത് തൽപരമായി ജവഹർ അലിക്ക് അവിടെ നിന്ന് വിട്ടുപോകേണ്ടി വന്നു. ഫക്കീർ പോയത് ബിജാപൂരിലേക്ക്. കാലമേറെ ചെന്നപ്പോഴേക്കും ഫക്കീറിന് തന്റെ അജ്ഞാനം വെളിവായി. താൻ ഗുരുവാണെന്നും ബാബ ശിഷ്യനുമാണെന്ന ധാരണയാകുന്നു. അങ്ങനെ ബിജാപൂരിൽ താമസിക്കുമ്പോഴാണ് ഞാൻ ഇതുവരെ എൻ്റെ ശിഷ്യൻ എന്ന് കരുതിയിരുന്ന സായി ഈശ്വരൻ, സായി ബാബ, വാസ്തവത്തിൽ അദ്ദേഹം ഒരു വലിയൊരു ഋഷീശ്വരനാണ് എന്ന മഹിമ അദ്ദേഹത്തിന് മനസ്സിലായത് പിന്നീടാണ്. പാശ്ചാത്താപ വിവശനായ ജവഹർ അലി സായി പാദങ്ങളിൽ വീണ്ടും എത്തി. ബാബയാകട്ടെ അദ്ദേഹത്തോട് അത്യധികം ആദരവോടെ തന്നെ പിന്നെയും പെരുമാറി. തനിക്ക് പറ്റിപ്പോയ തെറ്റ് മനസ്സിലാക്കി അദ്ദേഹം വീണ്ടും ഷിർദിയിലെത്തി. ബാബയുടെ സായി പാദങ്ങളിൽ വീണ്ടും എത്തി എന്ന് പറഞ്ഞേ, വീണ്ടും എത്തി. അത്യധികം ആദരവോടെ തന്നെ പിന്നെയും പെരുമാറി. സായീശ്വരന്റെ രീതികൾ നമുക്ക് അജ്ഞാതം. സായീശ്വരനൊന്നും പ്രശ്നമില്ല. സായീശ്വരനെ ആദ്യം അദ്ദേഹം തന്റെ ശിഷ്യനാക്കിയതാണ്. അദ്ദേഹം ശിഷ്യത്വം സ്വീകരിച്ച് ഈ ശിഷ്യന്റെ അറിവിന്റെ ആഴവും പരപ്പും ഒന്നും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. പക്ഷേ ജവഹർ അലിയുടെ പരിമിതികൾ ഇദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ കൂടെ രഹടയിൽ പോയ സമയത്ത് ഷിർദിയിലെ ജനങ്ങൾ അവിടെ ചെന്ന് സായീശ്വരനെ വീണ്ടും ഷിർദിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. സായീശ്വരൻ ആദ്യം പറഞ്ഞു നോക്കി. അദ്ദേഹം ജവഹർ അലി ഒരു മുൻകോപിയാണ്, നിങ്ങൾ അദ്ദേഹത്തിനോട് വഴക്കിന് നിൽക്കണ്ട, അദ്ദേഹത്തിന് ദേഷ്യം പിടിക്കും, നിങ്ങൾ മടങ്ങിപ്പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ജനങ്ങൾ വിട്ടുകൊടുത്തില്ല. നമ്മുടെ സായീശ്വരനെ നമ്മൾ ആർക്കും വിട്ടുകൊടുക്കൂല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ അവരാടെ തന്നെ നിന്ന് ജവഹർ അലി വന്നേരം വീണ്ടും കൂട്ടിക്കൊണ്ടുവന്നേരാന്ന് ഇവിടെ മറ്റൊരു തപസ്സി, ദേവിദാസ് എന്ന പേരുള്ള ഒരു തപസ്സിനെ കണ്ട് ദേവിദാസും ഈ ജവഹർ അലിയും തമ്മിൽ വാഗ്വാദം ഉണ്ടായി. വാഗ്വാദത്തിൽ ദേവിദാസാണ് തിളങ്ങിയത്. അതുകൊണ്ട് ഇദ്ദേഹം ബിജാപൂരിലേക്ക് പോയതിന് ശേഷം മാത്രമാണ് ഇദ്ദേഹത്തിന് സായീശ്വരന്റെ മഹിമ മനസ്സിലായത്. അദ്ദേഹം സായിന്റെ തൃപ്പാദങ്ങളിൽ വീണ്ടും എത്തി പശ്ചാത്തപിച്ചു. പക്ഷേങ്കിൽ സായീശ്വരൻ അങ്ങോട്ടേക്ക് യാതൊരു ബഹുമാനക്കുറവും അദ്ദേഹം പ്രകടിപ്പിച്ചില്ല, ബഹുമാനക്കുറവും കാണിച്ചില്ല. പഴയ ആദരവോട് തന്നെ അദ്ദേഹത്തിനോട് പെരുമാറി. അതാണ് സായീശ്വരന്റെ രീതികൾ നമുക്ക് അജ്ഞാതം. ജ്ഞാനലാഭത്തിനായി, മുക്തിക്കായി മിഥ്യാഭിമാനവും അഹങ്കാരവും വലിച്ചെറിയണം. കണ്ട, ജ്ഞാനം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഏതൊരറിവും നമുക്ക് ആരെടുക്കുന്നു സ്വീകരിക്കാം. അവിടെ ഒന്നും നമ്മളെ അഹംഭാവമായിട്ട് നമ്മൾ ഒന്നും കരുതേണ്ട ആവശ്യമില്ല. അറിവ് നമുക്ക് ജവഹർ അലിനെ കുറിച്ച് ആദ്യമേ പറഞ്ഞത് എന്താ? ഖുറാൻ അദ്ദേഹത്തിന്റെ നാവിൻ തുമ്പിലാണ്. ഖുറാൻ ബൈഹാർട്ടാണ് അദ്ദേഹത്തിന്റെ നാവിൻ തുമ്പിലാണ്. എവിടെ ചെല്ലുമ്പോഴും അദ്ദേഹത്തിന് ഇഷ്ടം പോലെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും, അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞ്? ആ ജവഹർ അലിന്റെ ശിഷ്യത്വമല്ലേ ഇദ്ദേഹം സ്വീകരിച്ച്? പക്ഷേ അതിനേക്കാളും എത്രയോ ജ്ഞാനവും മറ്റും ഉള്ളതാണ് ഇദ്ദേഹം എന്തെങ്കിലും
ഒരു അപകർഷതാ ബോധത്തോടു കൂടിയാണോ ഇദ്ദേഹം പെരുമാറിയത്? അല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ ആദരവ് വേണ്ടത്ര കൊടുത്തു. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ കരുതിയത് തെറ്റിപ്പോയി, ഋഷിതുല്യനായ ഒരാളെയാണ് ഞാൻ എൻ്റെ ശിഷ്യനാക്കി സ്വീകരിച്ച്. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും സായിൻ്റെ തൃപ്പാദങ്ങളിൽ വന്ന് പശ്ചാത്തപിക്കുകയുണ്ടായി. പക്ഷെ സായിക്ക് യാതൊരു ആദരവ് കുറവും അദ്ദേഹം ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ല. മുക്തിലാഭത്തിന് നമുക്ക് അറിവ് എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടോ, ആരിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടോ, അവരെയൊക്കെ നമുക്ക് ഗുരുനാഥനായിട്ട് നമുക്ക് സ്വീകരിക്കാം, അറിവ് കിട്ടാൻ വേണ്ടി. അതിന് ഇന്നയാള് എന്നൊന്നുമില്ല. അറിവ് കിട്ടുന്ന സ്ഥലത്തു നിന്നൊക്കെ നമുക്ക് അറിവുകൾ ശേഖരിക്കാം. അങ്ങനെ ശേഖരിക്കണം, എന്നാലേ നമ്മളുടെ അറിവ് പിന്നെയും അധികമായി വരൂ. സൂര്യൻ ഒരിക്കലും ഇരുളിൽ നിൽക്കാനാവില്ല. കണ്ടോ, സൂര്യനെ ഒരിക്കലും ഇരുളിൽ നിൽക്കാനാവില്ല. ജ്ഞാനിക്കൊരിക്കലും ദ്വൈതാവസ്ഥയിൽ നിൽക്കാനാവില്ല. ജ്ഞാനിക്ക് എല്ലാം അറിയുന്ന ഒരാൾ, പ്രപഞ്ചം ഒന്നാകെ തന്നുള്ളിലാണെന്ന് അറിയാവുന്ന ജ്ഞാനിക്ക് എല്ലാം തുല്യം. സായീശ്വരൻ അറിയാമല്ലോ ഈ ലോകം മുഴുവൻ നിൽക്കുന്നത്, എല്ലാ ജീവജാലങ്ങളിലും ഉള്ളത് ഞാനാണ്. ആയൊരു ഉണ്ടായാൽ തന്നെ പോരെ കാര്യങ്ങൾ അല്ലേ? മഹാഭക്തനായ മാനസപതി വിവരിച്ച പോലെ ഇക്കഥ പറഞ്ഞു കഴിഞ്ഞു. എളിയവരിൽ എളിയവനായ ഞാൻ സായീശ്വര തൃപ്പാദങ്ങളെ ആശ്രയിക്കുന്നു. ഈ പരമപവിത്രമായ സച്ചരിതം കേൾക്കുന്നതിലൂടെ നമ്മുടെ സർവ പാപങ്ങളും നശിക്കും. ഈ സായി സച്ചരിതം കേൾക്കുന്നതിലൂടെ, ഇത് നമ്മൾ കേട്ടാൽ, ഇത് കൃത്യമായിട്ട് നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ സർവ പാപങ്ങളും നശിക്കും. എല്ലാ ദിവസവും സായി സച്ചരിതം നമ്മൾ വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സാരിക്കാൻ കുറച്ച് സമയം നമ്മൾ നീക്കി വെക്കണം. നമുക്ക് ലഭിക്കുന്ന സമയത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും സായി സച്ചരിതത്തിന് വേണ്ടി നീക്കിവെച്ചാൽ അതുണ്ടാക്കിത്തരുന്ന മഹിമ, അതുണ്ടാക്കിത്തരുന്ന മഹത്വം വളരെ ഏറെയാണ്. അതുകൊണ്ട് അതൊരിക്കലും നമ്മളെ അതിന് ഒരു വൈമുഖ്യം കാണിക്കാൻ പാടില്ല. അങ്ങനെ അഞ്ചാമത്തെ അധ്യായം നമുക്ക് അവിടെ സമാപിക്കുന്നു. 6-ാം അധ്യായത്തിലേക്ക് കടക്കുന്നു. നമ്മെ നയിക്കുന്നത് സദ്ഗുരുവാണെങ്കിൽ സംസാര സാഗരം എളുപ്പം കടക്കാം. നമ്മൾ സംസാര സാഗരത്തിൽ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? സംസാര സാഗരം നമുക്ക് കടക്കണം. ഈ ജീവിതം ഒരു സാഗരം പോലെയാണ്. നമുക്ക് ഈ സാഗരം നീന്തി കടക്കണം, അക്കരെ എത്തണം. നമ്മൾ എല്ലാ ആൾക്കാരും പുഴയിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ്, അക്കരെ എത്തിയില്ല. ജീവിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാരും ആ സംസാര സാഗരത്തിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അക്കരെ എത്തണമെങ്കിൽ നമ്മെ നയിക്കുന്നത് ഒരു സദ്ഗുരുവാണെങ്കിൽ സംസാര സാഗരം എളുപ്പം കടക്കാം. സംസാര സാഗരം, ജീവിതത്തിലെ ധാരാളം പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ അഭിമുഖീകരിക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മളെ നയിക്കുന്നത് ഒരു സദ്ഗുരുവായിരിക്കണം. നമ്മെ നയിക്കുന്നത് ഒരു സദ്ഗുരുവാണെങ്കിൽ സംസാര സാഗരം നമുക്ക് എളുപ്പം കടക്കാം. ഉറപ്പ്. സദ്ഗുരു എന്ന വാക്ക് തന്നെ സായി സ്മരണ ഉണർത്തുന്നു. സായിയെ ഓർമ്മിക്കുക. സായി ഓം സായീശ്വരായ നമ എന്ന് നമ്മളെ ചുണ്ടിൽ വന്നുകൊണ്ടേയിരിക്കുക. അദ്ദേഹത്തിൻ്റെ മഹിമകൾ ഓർമ്മിക്കുക. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ ധ്യാനിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സദ്ഗുരുവിനെ ലഭിച്ചതുപോലെയുള്ളൊരു തോന്നിച്ച നമുക്കുണ്ടാവും. അപ്പോൾ സംസാര സാഗരം നമുക്ക് എളുപ്പത്തിൽ നീന്തിക്കടക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ നമ്മളെ സംസാര സാഗരം നീന്തിക്കടക്കാൻ വളരെ പ്രയാസം ഉണ്ടാവും. ആ നാമം മനമിളക്കി മറിക്കുന്നു. ആ നാമം, സായീശ്വരന്റെ നാമം നമ്മളെ മനം ഇളക്കി മറിക്കുന്നു. അവിടുന്ന് അനുഗ്രഹഹസ്തം ഉയർത്തി കൃപാപൂർവം എൻ്റെ ശിരസിൽ വെക്കുന്നതായി ഞാൻ കാണുന്നു. നമ്മൾ അങ്ങനെ കാണണം. സായീശ്വരന്റെ മഹിമ കേൾക്കുകയും സായീശ്വരന്റെ കൈകൾ നമ്മുടെ ശിരസിൽ വെക്കുന്നത് പോലെ നമ്മളെ എപ്പോഴും ഓർമ്മിക്കുക. സായീശ്വരൻ അദ്ദേഹത്തിൻ്റെ തൃക്കൈകൾ നമ്മുടെ ശിരസിൽ വെക്കുന്നത് പോലെ, നമ്മളെ അനുഗ്രഹിക്കുന്നത് പോലെ നമുക്ക് എപ്പോഴും ആയൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ സംസാര സാഗരം നമുക്ക് എളുപ്പത്തിൽ നീന്തിക്കടക്കാൻ സാധിക്കും. ആ ദർശനത്താൽ ഹൃദയം തുടിക്കുകയാണ്.
അദ്ദേഹത്തിൻ്റെ ദർശനത്താൽ, അദ്ദേഹത്തിൻ്റെ ദർശനം, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കണ്ടാൽ മതി. ഇന്നിപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയിൽ കൂടി കാണാനുള്ള നിവൃത്തിയല്ലേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ മന്ദിരങ്ങൾ ദർശനം നടത്തിയാൽ മതി. മന്ദിരത്തിൽ പോയാൽ മതി. അവിടെ സായീശ്വരൻ്റെ പ്രതിമകൾ ഉണ്ടാവും. ആ രൂപം തന്നെ ഉണ്ടാവും, കൊത്തിവെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അത് അവിടെ പോയി ഇരുന്ന് കുറച്ച് സമയം ധ്യാനിക്കുക, സായീശ്വരൻ്റെ മഹിമകൾ ആലോചിക്കുക, മഹിമകൾ കേൾക്കുക. ദർശനത്താൽ ഹൃദയം തുടിക്കുകയാണ്, മിഴികൾ നിറഞ്ഞൊഴുകുന്നു. ഈശ്വരനെ കുറിച്ച് കേൾക്കുമ്പോൾ, ഈശ്വരൻ നാമം ചൊല്ലുമ്പോൾ, ഈശ്വരൻ്റെ കീർത്തനങ്ങൾ പാടുമ്പോൾ, ഈശ്വരൻ്റെ കഥകൾ പറയുമ്പോൾ നമ്മുടെ മിഴികൾ നിറഞ്ഞൊഴുകും. അതിൽ നമ്മൾ പൂർണ്ണമായി ലയിച്ച ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞൊഴുകും. തൊണ്ടയിടറും ഉണ്ടാ. ഈശ്വരൻ്റെ കഥകൾ വായിക്കുമ്പോൾ, ഈശ്വരൻ്റെ കീർത്തനങ്ങൾ പാടുമ്പോൾ നമ്മുടെ കണ്ണുകൾ ഒഴുകുകയാണെങ്കിൽ, നമ്മുടെ തൊണ്ട ഇടറുകയാണെങ്കിൽ ആ ദർശനം നമുക്ക് ലഭിച്ചു എന്നുള്ള അർത്ഥമാണ്. മിഴികൾ നിറഞ്ഞൊഴുകും, തൊണ്ടയിടറും. വാസനാ സഞ്ചിതമായ എൻ്റെ സൂക്ഷ്മ ശരീരം ആ ദിവ്യഹസ്തത്തിൻ്റെ സ്പർശനത്താൽ ദാഹിക്കുകയാണ്. നമ്മുടെ ശരീരം ആ ദിവ്യഹസ്തത്തിൻ്റെ സ്പർശനത്തിന് വേണ്ടി ദാഹിക്കുകയാണ്. ഈശ്വരൻ്റെ സ്പർശനത്തിന് വേണ്ടി നമ്മൾ ദാഹിക്കുകയാണ് എന്ന് നമുക്ക് ഉള്ള അനുഭവം ഉണ്ടാവും. അഗ്നിക്ക് വാസനയെ ദഹിപ്പിക്കാൻ ആവില്ല, പക്ഷേ സായീശ്വരൻ്റെ അഗ്നിക്ക് വാസനയെ ദഹിപ്പിക്കാനാവില്ല. അഗ്നിക്ക് എല്ലാം ദഹിപ്പിക്കാനാവും. അഗ്നിക്ക് എന്ത് കൊടുത്താലും അഗ്നി അപ്പാട് ദഹിപ്പിച്ചു തരും. ഏത് വസ്തുക്കൾ കൊടുത്താലും അഗ്നി, നമ്മുടെ ഈ ശരീരം അവസാനം നമ്മൾ അഗ്നിക്കാണല്ലോ കൊടുക്കുക. അഗ്നിയാണല്ലോ ഇതിനെ ദഹിപ്പിക്കുന്ന അവസാനം, അല്ലേ? പക്ഷെ ഇപ്പം ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ ധാരാളം വാസനകളുണ്ട്, നല്ലതും മോശവുമായ. ആ വാസനകളെ അഗ്നിക്ക് ദഹിപ്പിക്കാനാവില്ല. സായീശ്വരന്റെ തൃക്കര സ്പർശനത്താൽ മുൻജന്മ പാപങ്ങൾ നിശേഷം ഒടുങ്ങും. സായീശ്വരന്റെ കീർത്തനങ്ങൾ പാടിയാൽ മനസ്സു ഉരുകി സായീശ്വരന്റെ കീർത്തനങ്ങൾ പാടിയാൽ, സായീശ്വരന്റെ മഹിമകൾ പാടിയാൽ, അദ്ദേഹത്തിന്റെ കഥകൾ കേട്ടാൽ, അദ്ദേഹത്തിന്റെ രൂപങ്ങൾ ദർശിച്ചാൽ നമ്മുടെ മുൻജന്മ പാപങ്ങൾ നിശേഷം ഒടുങ്ങും. അപ്പോൾ സച്ചിദാനന്ദ സ്വരൂപം എന്നുള്ളിൽ തന്നെയാണെന്ന അറിവ് എന്നിൽ ഉദിക്കുന്നു. സച്ചിദാനന്ദ സ്വരൂപം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്ന തോന്നൽ നമുക്ക് അന്നേരം ഉണ്ടാവുന്നു. ഞാൻ, നീ, എൻ്റെ, നിന്റെ എന്നീ ചിന്തകളൊക്കെ ഇല്ലാതാവും. ഞാൻ, നീ, എൻ്റെ, നിന്റെ ഈ ചിന്തകളൊക്കെ ഇല്ലാണ്ടാവണം. ആത്മജ്ഞാനം തെളിയുകയും അന്നേരം മാത്രമേ നമുക്ക് ആത്മജ്ഞാനം തെളിയുകയുള്ളൂ. അപ്പോൾ 6-ാം അധ്യായത്തിലെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വായിച്ചു പറഞ്ഞു. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ നമുക്ക് കേൾക്കാം. അപ്പം നമ്മളെല്ലാ ആൾക്കാരും എനിക്ക് വീണ്ടും നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഈ സായി സച്ചരിതം കേട്ടവർ തീർച്ചയായിട്ടും, കേൾക്കുന്നവർ തീർച്ചയായിട്ടും അത് മുഴുവനായിട്ട് തന്നെ കേൾക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട, കുടുംബത്തിൽപ്പെട്ട നിങ്ങളുടെ സ്നേഹിതന്മാരോടോ താല്പര്യമുള്ള ആളോട് ഇതിന് താല്പര്യമാണ് അത്യാവശ്യം. ഒരു അരമണിക്കൂർ ഇതിനു വേണ്ടി താല്പര്യം എടുക്കണം, മുൻകൈ എടുക്കണം. ഇത് കേൾക്കണം എന്നുള്ളൊരു തോന്നിച്ച ഉണ്ടാവണം. അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങളിലോ, നിങ്ങളെ ഫ്രണ്ട്ഷിപ്പുകളിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളിലോ ഒക്കെ ഉണ്ടെങ്കിൽ താല്പര്യമുള്ള ആൾക്ക് ഇത് ഷെയർ ചെയ്യുക. അവരോടും ഇതേപോലെ തന്നെ നിങ്ങൾ കേൾക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. ഞാൻ കേൾക്കുന്നുണ്ട്, നിങ്ങളും കേട്ടു നോക്ക്. താല്പര്യമുള്ള ആളോട്. താല്പര്യമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഇത് എല്ലാ ആൾക്കാർക്കും കേൾക്കാൻ സാധിക്കൂല. എല്ലാ ആൾക്കാർക്കും ഇത് കേൾക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി എന്ന് വരില്ല. അതിന് സായീശ്വരൻ തന്നെ അതിന് മുൻകൈ എടുക്കണം. സായീശ്വരന്റെ ആൾക്കാർ എവിടെയെങ്കിലും ഉണ്ടാവും, ഈ ലോകത്തിൽ എവിടെയെങ്കിലുമായിട്ട് കിടക്കുന്നുണ്ടാവും. അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മൾ ഒരു ഉപകരണം എന്നുള്ള രൂപത്തിൽ പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഭാഷണം ഇവിടെ നിർത്തുന്നു. എല്ലാ ആൾക്കാർക്കും
നന്ദി, നമസ്കാരം. ഓം സായിശ്വരായ നമ. ഓം സായിശ്വരായ നമ. ഈ നാമങ്ങളെ നമ്മുടെ നാവിൻ തുമ്പിൽ എപ്പോഴും ഉണ്ടാവട്ടെ. ആരെ കാണുമ്പോഴും സായിശ്വരായ നമ എന്ന് നമ്മൾ പറയാം.